വണ്ടി എടുത്തല്ലോ ചേട്ടാ, അത് മാത്രമുണ്ട്. ഭയങ്കര ഉണ്ടല്ലോ. കണ്ണാപ്പി ഇടയ്ക്ക് വെച്ചൊക്കെ എന്തായിരുന്നു, റിച്ചാസ് ഫക്കായിരുന്നു. റിച്ചാസ് ഫക്ക്. സത്യം. അയ്യോ സത്യല്ലേ, ഇടയ്ക്കൊരു സമയത്ത് റിച്ച് ലൈഫ് സ്റ്റൈൽ അല്ലേ. അതെ അതെ. എന്തിനു ബദാമേ തിന്നത്തുള്ളൂ, അണ്ടിപ്പരിപ്പേ തിന്നത്തിറങ്ങത്തുള്ളൂ. എന്തോ മറ്റേ എന്തോ എന്തോ സ്റ്റിങ് കുടിക്കത്തുള്ളൂ, സ്റ്റിങ്ങേ കുടിക്കത്തുള്ളൂ എന്തൊക്കെയായിരുന്നു. സ്റ്റിങ് എന്റെ അമ്മോ, അത് ഓർമ്മിക്കലേ എടുത്തിട്ടോ. സ്റ്റിങ് കാലഘട്ടം എന്ന് പറയുമ്പോഴേ കണ്ണാപ്പി നിന്റെ സാമാനം എങ്ങാണ്ട് ആൾക്കാരെ ചാറ്റി കണ്ടെന്ന് തോന്നുന്നു, അയ്യെന്നൊക്കെ പറയാം. സാരിയൊക്കെ എടുത്ത് വയറ് കാണിച്ചു ഞാൻ. അയ്യേ, സാരിയൊക്കെ കൊടുത്ത് വയറ് കാണിച്ചെന്നാ. ചാലഞ്ച് സാരി ഒന്നും എടുത്തില്ല. എന്താ നാട്ടിലത്തെ അവിടെ ചെല്ലമ്മയുടെ കണക്കിരിക്കുന്നത്. വയറാ വയറല്ല മൊത്തത്തി. ഞാൻ വയറ് റിവീൽ ചെയ്യാത്തതാണ്, മനസ്സിലായോ? വയർ റിവീൽ ചെയ്ത് കഴിഞ്ഞാ പൊട്ടുണ്ടോടാ? പൊട്ടൊന്നും ഇല്ല ചേട്ടാ, ഇവിടെ പൊട്ടൊന്നും ആരും ഇടത്തില്ല. എടാ നീ അല്ലേടാ പറഞ്ഞ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് 6 പാക്കോ എന്തൊക്കെ ആയിട്ട് വരുന്നു. കണ്ണാപ്പി നിന്റെ ലൈവിൽ ഏതോ വെടി നിക്കണ്ടാ. ബാബു ഒന്ന് അടങ്ങടാ ബാബു, എന്തിനാ വന്ന് പറയുന്നത്? എന്തൊക്കെയാ ബാബുശ്ശേരി പറയുന്നത് ഇപ്പൊ? എന്താ വായിന്ന് ബാബുശ്ശേരി? ഇനി നാളെ ക്ലിപ്പായിട്ട് അല്ല, എന്താണ് ബാബുശ്ശേരി ഇപ്പൊ ക്ലിപ്പ്? എന്താണ് ഇപ്പൊ പറഞ്ഞ വായിന്ന്? ഞാൻ എനിക്ക് അല്ല, വായിന്ന് എന്താണ് പറയുന്നത്? അല്ല ഇങ്ങനത്തെ വാക്കൊക്കെ യൂസ് ചെയ്യുന്നത് എന്തുവാ ബാബു ഇതൊക്കെ? അയ്യേ ബാബുശ്ശേരി, എന്താ ശരതടാ, ഒരു ബിജിലി പടക്കത്തിന് ശരതട എന്ത് പറയും? ബിജിലി പടക്കുന്നത് പടക്കം എന്ന് പറയും. പടക്കം എന്ന് പറയും. അപ്പൊ കണ്ണാപ്പി നിന്റെ ലൈവിൽ ഒരു പടക്കം നിൽക്കുന്നത്. ബാബു നിന്റെ മാനിപ്പുലേഷൻ ഉണ്ടല്ലോ. ശരത്തേട്ടനല്ലേ പറഞ്ഞത്? അതിപ്പോ ഇങ്ങനെ മാറ്റുന്നേ. അല്ല, അത് വെടിയെന്നാണ് ഞാൻ പറഞ്ഞേ. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ശരത്തേട്ടന് മനസ്സിലാവുന്നത് പടക്കം എന്നാണ്. അപ്പൊ ഞാൻ അത് പറഞ്ഞു. ഞങ്ങളെ നാട്ടില് ഈ പടക്കം പിടിക്കുന്ന സൗണ്ടിനൊക്കെ വെടി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പടക്കത്തിന്റെ പടക്കം എന്ന് പറയും. നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന 1000-ത്തിനകത്ത് നീ മാത്രമേ ഉള്ളൂ മണ്ടൻ ഇതൊക്കെ വിശ്വസിക്കാൻ, മനസ്സിലായോ? ശരതട കണ്ണന്റെ റേറ്റ് വരെ ചോദിക്കുന്നേട്ടാ. ലാലേട്ടനെ ഒന്നും വെച്ച് കമ്പയർ ചെയ്തില്ലടാ നിനക്ക്. ഇപ്പൊ മനസ്സിലായി ഞാൻ എന്താ അവരെ വിളിച്ചത്. അങ്ങനെ നിന്നെ കണ്ട ആണെന്നും പറയാൻ പറ്റത്തില്ല, എന്നാ പെണ്ണെന്നും പറയാൻ പറ്റത്തില്ല. ഡയലോഗ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നീ ലൈവ് നിർത്തിയോ? ഇല്ല, അവസാനിപ്പിച്ചില്ലേ, ചാലഞ്ച് അവസാനിപ്പിക്കട്ടെന്ന്. ലൈവ് ഒന്നും സാധനമൊക്കെ എടുത്ത് വെളിയിട്ട് ഇത്ര നേരം ഇതിന് കുഴപ്പമില്ല. അതിനെന്തോ ഞാൻ പറഞ്ഞേ, ഇവനെ കണ്ട അവനെ ഫീലിങ്സ് ഒന്നല്ലേ പറഞ്ഞുള്ളൂ. അത് ഭയങ്കര മോശം. കൈ കൊട്ടിയത് കൊള്ളാം. ഞാൻ പ്ലേ ചേട്ടാ, പെട്ടെന്ന് ഡാൻസ് കൂടെ കളി അതോടെ കളിച്ചു കഴിഞ്ഞാൽ മറ്റേ പാപ്പം തിന്നാൻ കൈ വിട്ടു നിങ്ങൾ കളിച്ചാൽ കഴിഞ്ഞാൽ സെറ്റാണ്. അയ്യേ, എന്തൊക്കെയാ ശരത്തേട്ട എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നേ? അക്കി ബ്രോ, നിങ്ങളെ ലൈവ് അവൻ ചലഞ്ച് തന്നാ ഞാൻ ഒന്നും ഏറ്റെടുക്കത്തില്ല. കാരണം അവൻ എങ്ങാനും പറഞ്ഞാലോ അതിന് പൊട്ടൊക്കെ കുത്തി വരാൻ പറഞ്ഞു. ഞാൻ കണ്ട അക്കി ബ്രോ, നിങ്ങളുടെ ലൈവ് ഒരു 50 രൂപ സൂപ്പർ ചാറ്റ് കിട്ടിയ ചലഞ്ച് കഴിഞ്ഞ്. എടാ അക്കി, ഞാൻ അടുത്താണോ ലൈവ് വരുന്ന സമയത്ത് നീ ഒരു 10,000 രൂപ സൂപ്പർ ചാറ്റ് ചെയ്യണം. അങ്ങനെയാണ് ചർച്ചേട്ടൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കും. ഇങ്ങനല്ലേ എന്തും ചെയ്യും ചർച്ചേട്ടൻ. വേണം ഇങ്ങനെ ഈ തമ്പാൻ വരെ പോയി നിൽക്കും. എന്റെ പുറകെ നിന്റെ അച്ഛനും കാണും. എന്നാ ഞാൻ അത് പ്ലേ ചെയ്യുവാണേ. കണ്ണാപ്പി കോളർ മടക്കി അകത്തോട്ട്. കണ്ണാപ്പി കോളർ മടക്കി പൈസ ചെയ്തോ, പൈസ കോളർ മടക്കി അകത്തോട്ട്. കണ്ണാപ്പി കണ്ണ കോളർ കണ്ണ കോളർ മടക്കാത്തോട്ട് വേടാ പ്ലീസ്. അക്കിബ്രോ കോളർ മടക്കാൻ പറയോ? അക്കിബ്രോ ഇത് ഇങ്ങനെയൊക്കെ പറ്റൂ. ഞാൻ എക്സ്പീരിയൻസ് ഒന്നുമല്ലല്ലോ.
എടാ ബാബു വെറുതെടാ. ഇത് കണ്ടോണ്ടിരിക്കുന്നവന്റെ അച്ഛൻ ഡോറിന്റെ അവിടെ നിന്നാണ് അമ്മ നോക്കി പറയുന്ന ഇതിനാണോടെ നമ്മളെ കഷ്ടപ്പെട്ട് ഇവനെ ഉണ്ടാക്കിയേ സാരിയൊക്കെ പഠിപ്പിച്ചേ. എടുത്ത് കൈകൊട്ടി ആലോചിച്ചോക്കട്ടെ, ഇവ ഇത് ചെയ്തതാണ് അച്ഛൻ പുറത്ത് കാറിന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത്. ഇങ്ങനെ വാങ്ങിയ കാർ നമുക്ക് വേണ്ടാന്ന്. വേണ്ട, അപ്പഴേ കത്തിക്കണല്ലേ അച്ഛൻ. ഉടനെ പോയി വാഴത്തയ്യം വാങ്ങിക്കും. അന്ന് ചെയ്തില്ല, ഇന്ന് ചെയ്യണോന്ന്. ബാബുശേട്ട് എപ്പോഴും പ്രശ്നം. ബാബുശേട്ടിന് കോഴിയെ പിടിക്കാനൊക്കെ പോണ്ടേ? തിരക്കാണ് എല്ലാം ഒന്ന് ഒതുങ്ങട്ടെ ബാബുശേട്ട്. അതാ ഒതുങ്ങിയിട്ട് ബാബുശേട്ട് വരും. ചെറുതട്ടാ അടുത്ത കരിവടയാ ജോക്കി ഒരു 10K ആയിട്ട് നെക്സ്റ്റ് ലൈവ് കാണാവേ. ഓക്കെ സെറ്റ്. ചർത്തട്ട് എന്തിനാണ് 10K കൊടുത്ത ചർത്തട്ട്? എടാ അക്കി ശരിയടാ, എന്നെ കൊണ്ടിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലടാ, മനസ്സിലായ? ഇതൊക്കെ പേര് ഒരു 10,000 സൂപ്പർ ചാറ്റ് ചെയ്താൽ മതി. ഇല്ല പിന്നെ ചർത്തട്ടൻ ഗുലാബ് ജാമും മീൻകറിയോ അല്ലെ മത്തിക്കറിയോ ചാളക്കറിയോ കൂട്ടണ്ടി. എടാ മൈരെ നീ അല്ല ഞാൻ, മനസ്സിലായോ? എന്ത് കറുസാണ് കണ്ണാന്ന്. അയ്യേ കർവ്സ് അല്ലടാ, കർവ്സ്. എന്നെ ആരോ വിളിച്ചല്ലോ. എലിയോ? ഇത് കണ്ടിട്ട് എലി വിളിച്ചതാണ്. ഇത് കണ്ട് വിളിച്ചാണ് കേട്ടോ. അടുത്ത മറ്റേ സിവാമീസിന്റെ ബ്രാൻഡ് പ്രൊമോഷന് ആലോചിച്ച് നോക്കടാ ബാബുവേ. ഇത് കണ്ടിട്ടേ മറ്റേ സിവാസാർ ഉറങ്ങിപ്പോ. ഞാൻ ഒരു 500 തരാം രാത്രി. എടാ എന്താടാ നീയൊക്കെ വിചാരിച്ച എന്നെ കുറിച്ച്? അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണേ. അന്തസ്സായിട്ട് ജീവിക്കുന്ന ശരത്ര കുറച്ച് മുന്നേ ഒരു 1500 രൂപ വാങ്ങിച്ചവരാണ്. സത്യല്ലേ? ചേട്ടൻ കണ്ടായിരുന്നു അത്? പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 500 പ്ലസ് ഫുൾ ബിരിയാണി. അക്കി ബ്രോ എല്ലാ ചാലഞ്ചും തന്നു. എന്തൊക്കെയാ അക്കി ബ്രോ നിങ്ങൾ എന്നെ കാണിച്ചത്? എന്റെ വില ഇടിഞ്ഞില്ല അക്കി ബ്രോ. ഇപ്പം വില കൂടി. ഇന്നലെ വരെ 400, ഇന്ന് 800. ചാറ്റി നോക്ക്, ഏറ്റവും കൂടുതൽ 800. ഇതൊക്കെ ഒഫൻസീവ് ആണ് സത്യം പറഞ്ഞ. നല്ല എന്തേലും തരാമേ. ശരത്തേണ് കൊടുക്കുവാണ്, നല്ല എന്തേലും കൊടുക്കണം. നല്ല കീരിക്ക് എന്തോ പറ്റിയടാ? കീരണ് ഇപ്പം മലയാളം അർപ്പിയല്ല, തമിഴ് അർപ്പിയാണ് വിളിക്കുന്നത്. കീരന്റെ ലൈവ് നാടല്ലേ? തമിഴ് പെണ്ണുങ്ങളുണ്ടോ? തമിഴ് പെണ്ണ്. എന്റെ ശരത്തേട്ട കീരന്റെ സീൻ ഞാൻ കാണിച്ചു തരാം.